നമുക്ക് കാട്രിഡ്ജ് വരുന്നത് ഇതുപോലത്തെ ഒരു കവറിലായിരിക്കും. ആ കവറ് പൊട്ടിച്ചിട്ട് കാട്രിഡ്ജ് എടുക്കുക. കാട്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്രിഡ്ജ് നമ്മൾ ഇതുപോലെ ക്യാപ്പ് ചെയ്ത്, ഇതാണ് അതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ക്യാപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. ഓവറായിട്ട് ഹീറ്റുള്ളിടത്തൊന്നും വെക്കരുത്. പൊടിയുള്ള സ്ഥലത്തും അങ്ങനെയുള്ള ഏകദേശം ഒരു ഓഫീസ് പർപ്പസായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കാട്രിഡ്ജ് നമ്മൾ അതുപോലെ യൂസ് ചെയ്യുക. എപ്പോഴും കാട്രിഡ്ജ് അടച്ചു വയ്ക്കുക. ഇത് കാട്രിഡ്ജ് HP ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് കാട്രിഡ്ജിൻ്റെ കോണ്ടാക്ട് പോയിൻറ്റ്സ്, അതായത് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിൻറ്റ്. ഇതിലേക്കൂടെയാണ് ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഈ ഒരു ലൈനിലേക്കൂടെയാണ് കാട്രിഡ്ജിൽ നിന്ന് പ്രിൻ്റ് വരുന്നത്. അതായത് ഇങ്ക് ജെറ്റ് പ്രിൻ്ററാണ്, അതായത് ഇങ്ക് സ്പ്രേ ചെയ്യുന്ന പ്രിൻ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലോഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതായത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്യണം. ഓക്കെ, ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും, ഇൻ കേസ് ഒരു ക്ലോഗിങ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ മെഷീൻ എടുക്കുക. മെഷീൻ എപ്പോഴും നമ്മൾ ഓഫായിരിക്കുന്ന ടൈമിൽ മാത്രം കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓഫായിരിക്കുന്ന ടൈമിൽ മാത്രം കാട്രിഡ്ജ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യണത് ഈ ക്ലിപ്പ് പുറത്തേക്ക് തള്ളുക. അതിനുശേഷം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക, ഇങ്ങനെ അകത്തേക്ക് ഇറക്കുക. ഈ ഒരു പോയിൻറ്റിലേക്ക് പ്രോപ്പറായിട്ട് ഇറക്കി വയ്ക്കുക. കണ്ടോ, ഈ ഒരു ലൈൻ ബൈ ഒരേ ലെവലിലിരിക്കും, അതാണ് കറക്റ്റ് പൊസിഷൻ. അതിനുശേഷം ലോക്ക് ക്ലോസ് ചെയ്യുക. ഈ ലോക്ക് ഇടാൻ ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇട്ടേണത് പ്രോപ്പർ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രിൻ്റിൻ്റെ ട്രിഗർ സ്വിച്ച് അല്ലെങ്കിൽ പവർ സ്വിച്ച്, ഒരേ സ്വിച്ച് തന്നെയാണ് ഈ സ്വിച്ച്. അത് പ്രസ് ചെയ്ത് പിടിക്കുക, ലോങ് പ്രസ് ചെയ്യുക, ഓണാവും. ഓക്കെ, ഓണാക്കിയതിന് ശേഷം ഹോം സ്ക്രീൻ വരും. ഇതിനകത്ത് നമുക്ക് ഒരു പുതിയ ഫയൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയല് ന്യൂ കൊടുക്കുക, ഒരു ഫയല് ക്രിയേറ്റ് ആയി. അതിനുശേഷം നമുക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റിൽ നമുക്കിപ്പോൾ MRP ആണെങ്കിൽ MRP, പിന്നെ സിമ്പിൾസ് വേണമെങ്കിൽ ഇതുപോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാൻ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ദെൻ നമ്മൾ പൊസിഷൻ അറേഞ്ച് ചെയ്യുക, സൈസ് അറേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ആഡ് കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക, ലൈൻ അടുത്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം പൊസിഷൻ ചേഞ്ച് ചെയ്യുക, എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ദെൻ നമ്മൾ ഇതുപോലെ എത്ര ലൈനനുസരിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ ഫയൽ എടുക്കുക, സേവ് ആസ് കൊടുക്കുക, നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് ഫയലിൽ കയറി ലോക്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എത്രയൊക്കെയാണോ സെറ്റ് ചെയ്ത് വെച്ചാണ് അതെല്ലാം അവിടെ കിടക്കണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു അവസരത്തിൽ നമുക്ക് ഏത് ലൈനാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക, എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് എന്താണോ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് വരുത്തുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ള കേസ്. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ദെൻ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പ്രിൻ്റ് കൊടുക്കുക. ഇപ്പോൾ പ്രിൻറ്റിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രിഗർ സ്വിച്ച് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് വിടുക. ഓക്കെ, എന്നിട്ട് വൈപ്പ് ചെയ്യുക. അതായത് ജസ്റ്റ് പ്രസ് ചെയ്ത് വിടുക, വൈപ്പ് ചെയ്യുക, പ്രസ് ചെയ്ത് വിടുക, വൈപ്പ് ചെയ്യുക. അതായത് ഈ വീലുണ്ടല്ലോ, ഈ വീല് ടച്ചായിട്ട് കറങ്ങാൻ നേരത്താണ് പ്രിൻ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ സ്ലോയിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോയിൽ തന്നെ വരും, സ്പീഡായിട്ട് പ്രിൻ്റ് ചെയ്താൽ സ്പീഡിൽ തന്നെ വരും. അതായത് നമുക്ക് ഇന്ന സ്പീഡൊന്നും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ലെവൽ ഓഫ് സ്പീഡിന് നമ്മൾ യൂസ് ചെയ്താൽ മതി, കറക്റ്റ് പ്രിൻ്റ് വന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേസ്. ഇനി ഇത് ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇതാണ് ബാക്ക് ബട്ടൺ, ഇങ്ങനെ ഇൻ്റർഫേസ് ആക്കി. ഹോം സ്ക്രീൻ ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ കയറുക, ഷട്ട് ഡൗൺ ചെയ്യാം, ഓക്കെ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. ഇതിന് ശേഷമാണ് നമ്മൾ കാട്രിഡ്ജ് ഊരി വയ്ക്കാൻ. ഇപ്പോൾ നമ്മളൊരു ഇത്ര ടൈം, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ് മെഷീൻ ഓഫ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ കാട്രിഡ്ജ് ഊരി വയ്ക്കുക. ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ കാട്രിഡ്ജ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് കാട്രിഡ്ജ് ഇടാനോ ഊരാനോ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ റൂം ടെമ്പറേച്ചറിൽ കാട്രിഡ്ജ് കീപ്പ് ചെയ്യുക.
അപ്പോൾ നമ്മൾ മെഷീൻ യൂസ് ഇല്ല എങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ക്യാപ്പ് ചെയ്തിട്ട് മെഷീൻ ബോക്സിലാക്കി വയ്ക്കുക. ഓക്കെ. പിന്നത്തെ ഉള്ള കേസ് നമ്മുടെ മെഷീൻ എല്ലാ ബോട്ടിൽസും നമുക്കിപ്പോൾ ഫ്ലാറ്റ് സർഫസിലും ഇത് യൂസ് ചെയ്യാം, റൗണ്ട് സർഫസിലും യൂസ് ചെയ്യാം. ഓക്കെ. ബാർകോഡ് ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ